ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി ജംഗ്ഷനിനോടും ചെമ്പർക്കി ജംഗ്ഷനിനോടും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 12 കിലോമീറ്ററാണ്. കൂടാതെ പെരുമ്പാവൂർ ടൗണിലേക്ക് 8.5 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 3/4 കിലോമീറ്ററും മാത്രമാണ്. പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമാക്കി ഒരു കൊളോണിയൽ സ്റ്റൈലിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 മീറ്ററോളം വീതിയിലായി ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് ഈ വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത്. ടെക്സ്റ്റർ ഡിസൈൻ നൽകിക്കൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കവേർഡ് പാർക്കിംഗ് പോലെ തന്നെ ഒരു ഓപ്പൺ പാർക്കിംഗ് കൂടി ഈ വീടിന് മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരേ സമയം 2 വാഹനങ്ങൾ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുറ്റം മുഴുവനായി തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനൊക്കെ കൊടുത്ത് ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലൂവർ പാനൽസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള അതിഗംഭീരമായ ഒരു TV യൂണിറ്റ് തന്നെ ഇവിടെ നമുക്ക് കാണാം. നല്ല മനോഹരമാക്കി തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയിലും ചെറിയൊരു സീലിംഗ് വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് അടുത്തതായി നമുക്ക് ഇനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു പാർട്ടീഷൻ വർക്കോട് കൂടി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. വാം കളറിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇവിടെ തൂക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. സ്ലിപ്പാവാത്ത വിധമുള്ള വുഡൻ ഷെയ്ഡിലുള്ള മാറ്റ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാസ്തുപരമായി കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വരുന്ന രീതിയിൽ തന്നെയാണ് അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയിൽ കൂടുതൽ നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ മിററൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബഡ്ജറ്റ് വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേ മുഴുവനായി തന്നെ വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസിന്റെ ഒരു കോർണറിലായി TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ മറ്റൊരു ഭാഗത്തായി അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സ്റ്റഡി ടേബിളും നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. തുണികളും മറ്റുമൊക്കെ വിരിച്ചിടാൻ പാകത്തിന് ഉപയോഗപ്രദമാക്കി തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. മഴ കൊള്ളാത്ത വണ്ണം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുമുണ്ട്. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 14 അടിയോളം നീളവും 10 അടി വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെയും നമുക്ക് കാണാനാവുന്നുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 പാളികളുള്ളൊരു വാർഡ്രോബാണ് നമുക്ക് ഈ റൂമിൽ നിന്ന് കാണാനാവുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം.
9 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനൊക്കെ ഇവിടെയും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകൾ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അല്പം നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 53 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.